യുദ്ധം തുടങ്ങുമ്പോൾ തന്നെ ശത്രു രാജ്യത്തിന്റെ സാറ്റലൈറ്റുകൾ തകർത്തു കളയാമല്ലോ. അങ്ങനെ ചെയ്താൽ അവരുടെ സൈന്യം പിന്നെ ആശയവിനിമയം എങ്ങനെ നടത്തും? ഇങ്ങനൊരു ചിന്ത നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇത് കേൾക്കുമ്പോൾ ലോജിക്കലായി തോന്നും, പക്ഷേ റിയാലിറ്റി വളരെ കോംപ്ലക്സ് ആണ്. ഇന്ന് യുദ്ധം നടക്കുന്നത് ഭൂമിയിലല്ല, സ്പേസിലാണ്. GPS, മിസൈൽ ഗൈഡൻസ്, ഡ്രോൺ കൺട്രോൾ, ഇന്റർനെറ്റ് എല്ലാം സാറ്റലൈറ്റുകൾ വഴിയാണ്. ഒരു രാജ്യം ശത്രുവിന്റെ സാറ്റലൈറ്റ് തകർത്താൽ എന്ത് സംഭവിക്കുമെന്നറിയാം. ഒന്നാമത് അത് സ്പേസ് ഡെബ്രിസ് ഉണ്ടാക്കും. ആ പൊട്ടിത്തെറിയുടെ ചെറിയ കഷ്ണങ്ങൾ മണിക്കൂറിൽ 28,000 കിലോമീറ്റർ വേഗത്തിൽ പറക്കും. പിന്നെ അവ മറ്റു സാറ്റലൈറ്റുകളെയും തകർക്കും. ഇത് കെസ്ലർ സിൻഡ്രോം എന്ന് വിളിക്കുന്നു. ഒരിക്കൽ തുടങ്ങിയാൽ മുഴുവൻ ഓർബിറ്റുകളെയും ഇത് നശിപ്പിക്കും. രണ്ടാമത്, ഈ സാറ്റലൈറ്റ് നശിപ്പിക്കാം എന്ന് ചിന്തിക്കുന്ന ആ രാജ്യത്തിന്റെ സാറ്റലൈറ്റുകളും അപകടത്തിലാകും. സ്പേസ് ഒരു ഷെയർഡ് ബാറ്റിൽ ഫീൽഡായി തന്നെ മാറും. മൂന്നാമത്, ഇത് നേരിട്ട് വലിയ യുദ്ധത്തിലേക്ക് എസ്കലേറ്റ് ചെയ്യും. കാരണം സാറ്റലൈറ്റ് അറ്റാക്കിനെ നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റും? ഡയറക്റ്റ് വാർ ഡിക്ലറേഷൻ ആക്കാം. അതിനാലാണ് രാജ്യങ്ങൾ നേരിട്ട് സാറ്റലൈറ്റ് ഡിസ്ട്രോയ് ചെയ്യുന്നത് ഒഴിവാക്കുന്നത്. പകരം അവർ ഹാക്കിംഗ്, ജാമിംഗ്, സൈബർ അറ്റാക്സ് പോലുള്ള കാര്യങ്ങൾ ചെയ്തു വരുന്നു. കാരണം സ്പേസിൽ ഒരു പൊട്ടിത്തെറി നടന്നാൽ അതിന്റെ ഷോക്ക് വേവ് ഭൂമിയിലും എത്തും. ഇതിൽ മറ്റൊരു വലിയ കാര്യം കൂടിയുണ്ട്. എല്ലാ സാറ്റലൈറ്റുകളും മിലിറ്ററി മാത്രമല്ല, പല രാജ്യങ്ങളും ഒരേ സ്പേസ് ഓർബിറ്റ് ഷെയർ ചെയ്യുന്നു. കമ്മ്യൂണിക്കേഷൻ, വെതർ ഫോർകാസ്റ്റ്, ഇന്റർനാഷണൽ ബാങ്കിംഗ് ട്രാൻസാക്ഷൻസ് പോലെ എല്ലാ കാര്യങ്ങളും സിവിലിയൻ സാറ്റലൈറ്റ്സ് വഴിയാണ് നടക്കുന്നത്. ഒരു രാജ്യം സാറ്റലൈറ്റ് തകർത്താൽ അത് ശത്രുവിനെ മാത്രമല്ല ബാധിക്കുക, ന്യൂട്രൽ രാജ്യങ്ങൾക്കും പ്രശ്നമാകും. സ്പേസിൽ ഒരു ബട്ടൺ അമർത്തുന്നത് എളുപ്പമാണ്, പക്ഷേ അതിന്റെ പ്രത്യാഘാതം ഭൂമിയിൽ ഒരാളും കൈകാര്യം ചെയ്യാൻ കഴിയില്ല.